ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് 1 ലക്ഷം പോസ്റ്ററുകളാണ് ജോസഫ് വാഴക്കൻ തയ്യാറാക്കി കാത്തിരുന്നത്. പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും പ്രിന്റ് ചെയ്തതിനു ശേഷമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേരില്ല എന്നറിഞ്ഞതെന്ന് ജോസഫ് വാഴക്കൻ പറയുന്നു. നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് 1 ലക്ഷം പോസ്റ്ററുകളും 2500 ഫ്ലക്സ് ബോർഡുകളും തയ്യാറാക്കിയത്. കേന്ദ്ര നേതൃത്വത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം തന്റെ പേര് വെട്ടാൻ കാരണമെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു. അജിത് ബാബു വിവരങ്ങളുമായിട്ട് ചേരുന്നു. അജിത്ത്, വലിയൊരു മനപ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. ഇത്രയും വലിയ പ്രചാരണ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു, അത് നേതൃത്വം അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു, പക്ഷേ സീറ്റില്ല. ഇപ്പോൾ പേര് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലില്ല. അപ്പോൾ അദ്ദേഹം എന്തായിരിക്കും ചെയ്യുക? വലിയ ബുദ്ധിമുട്ട് അറിയിക്കുന്ന നിലയിലേക്ക് പോകുമല്ലോ. അത് പരസ്യമായിട്ട് ആയിരിക്കുമോ? സനീഷെ, ഞാൻ നിൽക്കുന്ന ഈ മുറിയിലെ ദൃശ്യങ്ങളാണ്. 1 ലക്ഷം പോസ്റ്ററുകളാണ് ഈ മുറിക്കകത്തിരിക്കുന്നത്. 50,000-വും മറ്റൊരു മുറിയിൽ 50,000 പോസ്റ്ററുകളും. അത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു ദൃശ്യം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ്. നല്ല നാടിനായി നമ്മളിൽ ഒരാൾ ജോസഫ് വാഴക്കനെ വിജയിപ്പിക്കുക എന്ന പോസ്റ്ററുകളാണ്. ഈ പോസ്റ്ററുകളാണ് ഈ മുറിയിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. നേതൃത്വത്തിന്റെ ഉറപ്പിനെ തുടർന്നാണ് ജോസഫ് വാഴക്കൻ ഇത്തരത്തിൽ പോസ്റ്ററുകൾ അടിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതിലേതാണെങ്കിലും ഈ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ നമ്മൾ പിന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ കാര്യത്തിൽ അവ്യക്തത ഉണ്ടെന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം അത്രത്തോളം പൈസ സ്വന്തം കയ്യിൽ നിന്ന് ചെലവാക്കി തന്നെയാണ് ഈ പോസ്റ്ററുകൾ അടിച്ചത്. പോസ്റ്ററുകൾ മാത്രമല്ല, 2500 ഫ്ലെക്സ് ബോർഡുകളാണ്. നമുക്കറിയാം ഫ്ലെക്സ് ബോർഡിന്റെ ഒക്കെ വില എത്രയാണെന്ന്. അത്രത്തോളം ഫ്ലെക്സ് ബോർഡുകൾ, കൂടാതെ 50,000 അഭ്യർത്ഥന കളർ അഭ്യർത്ഥനയാണ്. ആ അഭ്യർത്ഥനകളും നിർദ്ദിച്ചു. അതുപോലെ 10,000-ന് മുകളിൽ കൊടി തോരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ നമുക്ക് കാണാം. ഈ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കും. വിവിധ പോസ്റ്ററുകളുടെ കെട്ടുകളെല്ലാം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ഓരോന്നും കാണിക്കുന്നത് ജോസഫ് വാഴക്കൻ ഇതിനു പിന്നിൽ നടത്തിയ പരിശ്രമങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചകളാകെ നടക്കുന്ന സമയത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയായിരുന്നു. നമുക്കിപ്പോൾ അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾ തന്നെ ചേരുന്നുണ്ട്. ഇത് നേതൃത്വം ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. നേതൃത്വം അദ്ദേഹത്തോട് ഇവിടെ നോക്കിക്കോളാൻ പറഞ്ഞതിന്റെ പേരിലാണ് ചെയ്തത്. കാരണം ഈ വിശുദ്ധ വാരമൊക്കെ വരുന്നതുകൊണ്ട് ആകെ 20-21 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രചരണം, കൺവെൻഷൻ, മണ്ഡലം കൺവെൻഷൻ, ബൂത്ത് കൺവെൻഷൻ ഇതൊക്കെ നടക്കേണ്ടതുണ്ട്. എന്നല്ല, ഈ മറ്റേ അപ്പുറത്തെ സ്ഥാനാർത്ഥി വളരെ മുമ്പ് തന്നെ പ്രചരണ പരിപാടികളുമായി മുമ്പോട്ട് പോയതുകൊണ്ട് സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചാൽ ആ നിമിഷം തന്നെ മണ്ഡലം നിറയത്തക്ക രീതിയിലുള്ള ഒരു പ്രചരണ സംവിധാനമാണ് അദ്ദേഹം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന പോസ്റ്ററുകളും അതെല്ലാം ഡിസൈൻ ചെയ്ത് എല്ലാം വന്നിട്ടുണ്ട്. അത് ആകെ എത്ര രൂപ ചിലവായിട്ടുണ്ടാകുമെന്നാണ് ഈ ഇതിൽ കരുതുന്നത്? ഇപ്പോൾ ഒരു 10-25 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇപ്പം ഓൾറെഡി ഇനിയും ബാക്കി കൊടുക്കാൻ കിടപ്പുണ്ട്. ഇതൊക്കെ അഡ്വാൻസ് കൊടുത്ത് നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഫ്ലെക്സുകാരും ഒക്കെ ഒരു വിശ്വാസമാണല്ലോ പല വർഷങ്ങൾ ചെയ്യുമ്പോൾ. അതിനുശേഷമാണ് നമ്മൾ തീർക്കാറുള്ളത്. ഒരു 10-25 ലക്ഷം രൂപ അഡ്വാൻസ് പോയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇതിൽ. അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇത് നമ്മൾ പ്രഖ്യാപിച്ചാൽ ആ നിമിഷം തന്നെ കളം നിറയുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും സനീഷ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഏറ്റവും സങ്കടകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങളുടെ വേദന അത് ജോസഫ് വാഴക്കന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വൈകാരികമായ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുകയും ചെയ്തത്.